അതുപോലെ ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മൾ വണ്ടി കയറുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പറയണമല്ലോ, എല്ലാം നമ്മൾ പല പല വേലകളാണ്. ആളുകളെ വണ്ടിക്കകത്തോട്ട് ആകർഷിക്കട്ടെ. നമ്മൾ വണ്ടി കയറുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ഹയർ ക്ലാസ് വണ്ടി അടുത്ത 6 മാസത്തേക്ക് നമ്മളെ വണ്ടി കയറുന്ന കുഞ്ഞുങ്ങൾക്ക് കണ്ടക്ടർ ഈ ഗിഫ്റ്റ് കൊടുക്കും. ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് ബലൂണുണ്ട്, ഇതിനകത്തൊരു ബുക്കുണ്ട്, പടം വരച്ച് കുഞ്ഞുങ്ങൾക്ക് വണ്ടി ഇരുന്ന് പടം വരയ്ക്കാനാണ്. ക്രയോൺസ് ഉണ്ട്, വരയ്ക്കാനുള്ള ക്രയോൺസ് ഉണ്ട്. ഊതി വീർപ്പിച്ചാൽ ഐ ലവ് KSRTC എന്ന് കാണിക്കുന്ന ബലൂണുണ്ട്. ഇതിന് 4-5 മുട്ടായി ഉണ്ട്. ഇതിനകത്ത് ടിഷ്യൂ പേപ്പർ, അമ്മയ്ക്കും കുഞ്ഞിനും ഉപയോഗിക്കാം. ടിഷ്യൂ പേപ്പർ ഉണ്ട്, അച്ഛനും ഉപയോഗിക്കാം. ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. ഇത് സ്പോൺസർഷിപ്പാണ്. എസ്ക്രോസ് എന്ന കമ്പനിയാണ് നമ്മൾ സ്പോൺസർ ചെയ്യുന്നത്. 6 മാസത്തേക്കുള്ള സാധനം അവർ തരും. ഇനി അടുത്ത വേറെ ഉണ്ട്, ഒരു ഹോസ്പിറ്റൽ, വലിയത്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ കിംസ് വലിയത്ത് കരുനാഗപ്പള്ളി ഹോസ്പിറ്റലുണ്ട്. അവരൊരു കൂപ്പൺ തരികയാണ്. അത് KSRTC യാത്ര ചെയ്യുന്ന മുഴുവൻ സ്ത്രീകൾക്കും കൊടുക്കും. ക്യാൻസർ പരിശോധന സൗജന്യം. അതിനെ തുടർന്നുള്ള സ്കാനിങ് അടക്കമുള്ള എല്ലാ ചികിത്സയ്ക്കും പകുതി പൈസയ്ക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം MDക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് വരാമെന്ന് പറയാം, ഈ TVയും ഫ്രിഡ്ജും ഒക്കെ വിൽക്കുന്ന കടകളിൽ എവരെ കൂപ്പണും KSRTC കൂടെ വിൽക്കും. KSRTC യാത്രക്കാർ കൊണ്ടിരുന്ന കൂപ്പണിന് 10% ഡിസ്കൗണ്ട്. എങ്ങനെയുണ്ട് അടുത്ത പരിപാടി? അടുത്ത പരിപാടി ഇതാണ്. കമ്പനികളുമായിട്ട് സംസാരിക്കാൻ പോവാൻ. കാരണം മൈജി ഓക്സിജനൊക്കെ ഉണ്ട് എല്ലാവരും. അപ്പൊ ഒന്നുമില്ല, അവർക്ക് കച്ചവടം നടക്കും. നമ്മളെ വണ്ടി പോകുന്നവർക്ക് ഒരു കൂപ്പൺ കൊടുക്കും. ഈ കൂപ്പൺ കൊണ്ട് ചെന്നാൽ 10% ഡിസ്കൗണ്ട്. അപ്പൊ KSRTC യാത്ര ചെയ്താൽ ഡിസ്കൗണ്ട് ഉണ്ട്. മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്, TV വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്, ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ അത് ആലോചനയിലുണ്ട്. ഏതായാലും ഒരു ചികിത്സ വന്നിട്ടുണ്ട്. പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ മുഴുവൻ അത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ക്യാൻസർ ഡിറ്റക്ഷനുള്ള 2 പരിശോധനകൾ ഫ്രീ ആയിരിക്കും. കണ്ടെത്തി കഴിഞ്ഞാൽ സ്കാനിംഗ് അടക്കമുള്ള പകുതി പൈസ. BPL കാർഡും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വളരെ പാവപ്പെട്ടവരാണെന്ന് കണ്ടാൽ ചികിത്സയിൽ അതിഗംഭീരമായ സൗജന്യം കൊടുക്കാമെന്നാണ് അവർ ഓഫർ ചെയ്യുന്നത് ഹോസ്പിറ്റൽ. അപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിനെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ പറപ്പറാന്ന് വരും. അങ്ങനെ നമ്മൾ ഈ വണ്ടിയിൽ പോകുന്ന മാത്രമല്ല, നമ്മൾ വലിയൊരു സാമൂഹ്യ സേവനത്തിന്റെ ഭാഗം കൂടിയായി KSRTC മാറും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരം പരിപാടിയിൽ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട ജീവനക്കാരായ സഹോദരി സഹോദരന്മാരെയും മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബൃഹത്തായ പദ്ധതികൾ ഇന്നിവിടെ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഇത് KSRTCയുടെ ഒരു മാറ്റത്തിന്റെ കാലം. നമ്മൾ മുന്നോട്ട് കാലുവെച്ചു. നമ്മളിനി എവറസ്റ്റ് കീഴടക്കിയിട്ട് പുറമോട്ട് മാറും. അതിനിടയ്ക്ക് ആരും പുറമോട്ട് നോക്കരുത്, വിടൂല, ആരെയും വിടൂല. എല്ലാവരും നമ്മൾ എന്നോട് ഒത്ത് ഒന്ന് എവറസ്റ്റ് കീഴടക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകും. നിങ്ങളുടെ ഓരോരുത്തരെയും സഹകരണം വേണം. ഒരു തെറ്റിദ്ധാരണയും വേണ്ട. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നെ സെക്രട്ടേറിയറ്റ് ഒന്ന് കണ്ടാൽ ഞാൻ ഉത്തരം പറഞ്ഞുതരാം. അതുകൊണ്ട് ഒരാശ്ചര്യം വേണ്ട. ജീവനക്കാരെ ദ്രോഹിക്കുന്ന, ജീവനക്കാരെ ഉപദ്രവിക്കുന്ന, നിങ്ങളെ നോക്കുന്ന കാര്യങ്ങൾ ചെയ്യില്ല. നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഔദ്യോഗിക രഹസ്യങ്ങളൊന്നും വെളി പറഞ്ഞു കൊടുക്കാതെ അവനവൻ ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്ത് സന്തോഷമായിട്ടിരിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ RPC ജോലി ചെയ്യുമ്പോൾ പല രഹസ്യങ്ങളും നിങ്ങൾ അറിയും. അത് നിങ്ങൾ പറയേണ്ട കാര്യമില്ല, വെളിയിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക കൃത്യമായി. അമിതമായ ജോലിഭാരം എല്ലാം കുറയും. അത് ഒന്നും ഒരു കുഴപ്പം വരത്തില്ല. കമ്പ്യൂട്ടറൈസേഷൻ വന്നു, എല്ലാവരുടെയും ജോലിഭാരം കുറയ്ക്കും. ഈ ടിക്കറ്റ് എഴുതുന്നിടത്ത് പോലും 3 ബുക്കിൽ എഴുതണം. അപ്പൊ അത് ഒഴിവാക്കുകയാണ്. പ്രിന്റ് ഔട്ട് മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ടിക്കറ്റ് കളക്ട് ചെയ്യുന്ന ടിക്കറ്റ് ആൻഡ് ക്യാഷിൽ. അതുപോലെ കുഞ്ഞുങ്ങളെ കൺസെഷൻ അവിടെ എവിടെയൊക്കെ എഴുതണമായിരുന്നു. ഒന്നും വേണ്ട, കമ്പ്യൂട്ടറിലാക്കി അതെല്ലാം ആവശ്യമില്ലാത്ത രജിസ്റ്ററുകളും അതിലുള്ള എഴുത്തുകൾ ജോലിയുടെ നിന്നൊക്കെ നിങ്ങൾ ഒഴിവാക്കും. ആവശ്യമില്ലാത്ത എഴുത്തുകുത്തുകൾ ഇനിയില്ല, എല്ലാം കമ്പ്യൂട്ടർ ആവുകയാണ്. അതെല്ലാം പ്രിന്റ് ഔട്ട് എടുക്കാം, നമ്മളതിലുണ്ട്. നമ്മൾ അതിന്റെ രേഖയാക്കി വെക്കുക. നിങ്ങൾ ഈ എഴുത്തുകുത്ത് പരമാവധി നിങ്ങളെ രക്ഷപ്പെടുത്തുക. മതി. ഒരുപാട് ബുക്കുകൾ കീപ്പ് ചെയ്യുക, അതൊക്കെ നല്ലതല്ല. ഞാൻ ട്രേഡ് യൂണിയൻ നേതാക്കളും എന്നോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ഒരുപാട് ബുക്കുകൾ കീപ്പ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവിധ നന്മകളും നേരും. നമ്മൾ 2 സഹോദരങ്ങൾക്ക് ഇന്ന് ഞാൻ ഈ ഹാപ്പി ലോങ് ലൈഫ് കാർഡ് കൊടുക്കുകയാണ്. ആ ലോങ് ലൈഫ് കാർഡ് എന്നുള്ള പേര് അന്വർത്ഥമാകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അത് കൊടുക്കുന്നു, അവരെ അത് അന്വർത്ഥമാക്കും. അവര് ലോങ് ലൈഫ്, ഹാപ്പി ലോങ് ലൈഫ് ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്.